എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ ബികോം BBA കോർപ്പറേറ്റ് റെഗുലേഷൻ സബ്ജക്റ്റിന്റെ എക്സാം ഓറിയന്റഡ് റിവിഷനാണ്. ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ നമ്മുടെ 5 മൊഡ്യൂളിലെയും വളരെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കോസ്റ്റ് അക്കൗണ്ടിങ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഞാൻ ഇന്നലെ ഇട്ട 2 മാർക്ക് ക്വസ്റ്റ്യൻ വീഡിയോ, അതിൽ നിന്നും 14 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് 2 മാർക്കിൻ്റെ 14 ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ ഡിഫറൻസസിന് മാത്രമായിട്ട് ഞാനൊരു സെപ്പറേറ്റ് PDF ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് essay ചോദിച്ചത്. പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ ഒന്നാമത്തെ മൊഡ്യൂളും അതുപോലെ ലാസ്റ്റ് മൊഡ്യൂളും ഞാൻ സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ഒരുപാട് തിയറി ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് സാധാരണ essay ആണ് ചോദിക്കാറ്, എന്നാലും ഈ പ്രാവശ്യം അത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഇന്നലത്തെ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും essay ചോദിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്ത ആ ഒരു വീഡിയോയിൽ ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതും essay തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം ബഡ്ജറ്റ്, ഷോർട്ട് ടേം ബഡ്ജറ്റ്, അതുപോലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഫിക്സഡ് ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മുഴുവൻ തിയറിയും നമ്മൾ 2 മാർക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പലരും കമൻറ്റ് ബോക്സിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ടഫായിരുന്നു എന്നൊക്കെ കണ്ടു. കോസ്റ്റ് അക്കൗണ്ടിങ് ഒന്നും ഒരിക്കലും ടഫല്ല. ഇതിലപ്പുറം ഈസി ആയിട്ട് ഒരിക്കലും യൂണിവേഴ്സിറ്റിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും പറ്റില്ല. അത് നിങ്ങൾ പഠിക്കാത്തതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് വീഡിയോസ് ചെയ്യുന്നത്. ഒരു കുട്ടിയും തോക്കണമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എക്സാം പ്രയാസമാവണമെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. നമ്മളെല്ലാ വീഡിയോസും മാക്സിമം നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് 2 മാർക്ക് 5 മാർക്ക് 10 മാർക്ക് എന്നൊക്കെ പറഞ്ഞ് PDF-ഓ നോട്ട്സോ തരാറില്ലല്ലോ, ക്ലാസ് നോട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ അത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിന് പ്രത്യേക ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ ജോലിയുണ്ട്, അതിൽ നിന്നുള്ള വരുമാനം അല്ലാതെ ഈ ഒരു യൂട്യൂബിൽ നിന്ന് വളരെ ചെറിയൊരു ഇൻകം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളിത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ജുറാസിൽ നമ്മൾ ക്ലാസ് ഇടുന്നതെല്ലാം തന്നെ. മാക്സിമം നിങ്ങൾക്ക് 1 മാർക്ക് പോലും പോകാതെ, അതുകൊണ്ടാണ് ഡിഫറൻസിൻ്റെ സെപ്പറേറ്റ് PDF, ഓരോ മൊഡ്യൂളിൻ്റെയും സെപ്പറേറ്റ് PDF, അതോടൊപ്പം തന്നെ കീവേഡ്സും കോമൺ പോയിന്റ്സും, അതുപോലെ 2 മാർക്ക് സെക്ഷൻ വേറെ, essay സെക്ഷൻ വേറെ, ഇതെല്ലാം നിങ്ങൾക്ക് മാക്സിമം, ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടോ ഒന്നും പറയല്ല. ഈവൻ എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും ആ ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കേട്ടിട്ട് അറ്റ്ലീസ്റ്റ് ആ നോട്ടെങ്കിലും നോക്കിയിട്ട് നിങ്ങളൊന്ന് പോയിട്ട് എങ്ങനെയെങ്കിലും ഒരു പാസ് മാർക്കിലേക്ക്, നമ്മൾ എല്ലാതരം കുട്ടികളെയും, ആവറേജ്, ബിലോ ആവറേജ്, അല്ലെങ്കിൽ നല്ല എബവ് ആവറേജ്, എല്ലാ കുട്ടികൾക്കും ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള കമൻറ്റ് നമുക്ക് വേണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ എക്സാമിൻ്റെ ഒരു മൂഡിലായിരിക്കും. നാളെ നിങ്ങളുടെ 4ാമത്തെ എക്സാമായ കോർപ്പറേറ്റ് റെഗുലേഷൻ ആണ്. ബികോമിനും BBAക്കും സെയിം സിലബസ് ആണ്. അപ്പോൾ നമുക്ക് നാളത്തെ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഈ ഒരു എക്സാം ഓറിയന്റഡ് റിവിഷൻ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റു ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഈ ബികോം പഠിക്കുന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ടോപ്പിക്സ് നാളത്തെ പരീക്ഷയ്ക്ക് വരുമെന്നും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടുമെന്നാണ്. 2 മാർക്കിൻ്റെ PDF നിങ്ങളുടെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ജുറാസിൻ്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അവിടെ വെച്ച് അത് പഠിക്കുക, കംപ്ലീറ്റ് അത് പഠിക്കുക. ഉറപ്പായിട്ടും ഇന്നത്തെ പോലെ തന്നെ 10ഓ 14ഓ ചോദ്യം അതിൽ നിന്നുണ്ടാവും. അതേപോലെ തന്നെ 5 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എനിക്ക് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായി പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എക്സാം ഓറിയന്റഡ് റിവിഷനിലേക്ക് വരാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. സംഭവം ഇത്രയേ ഉള്ളൂ. 2013 കമ്പനിയുടെ പുതിയൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. അപ്പൊ 2013 കമ്പനിയുടെ പുതിയ നിയമം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് 5 മാർക്കിന് പ്രതീക്ഷിക്കുക. നമുക്ക് പഠിച്ചെടുക്കാം. 1, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംരക്ഷിക്കുക. ടു പുട്ട് സ്ട്രിക്റ്റ് റെസ്ട്രിക്ഷൻ ഓൺ ഇൻസൈഡർ ട്രേഡിംഗ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സും
ടു പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്, അതായത് ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുക, സ്വന്തം കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് ഷെയറും കാര്യങ്ങളും വിൽക്കുന്നത് തടയുക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തത് ടു പ്രൊവൈഡ് മെർജർ. നാലാമത്തത് നിങ്ങൾക്ക് എഴുതാം ടു പ്രൊവൈഡ് അമാൽഗമേഷൻ. അഞ്ചാമതായിട്ട് ടേക്ക് ഓവർ. മെർജറും അമാൽഗമേഷനും ടേക്ക് ഓവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 എണ്ണം പഠിച്ചു. ഒന്ന്, പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. രണ്ടാമത്തത് ടു പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. മൂന്നാമത്തത് ടു പ്രൊവൈഡ് മെർജർ, അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവർ. നാലാമത്തത് ടു ഫെസിലിറ്റേറ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ബിസിനസ് എളുപ്പത്തിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ 2013 കമ്പനി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടു പ്രൊമോട്ട് CSR ആക്ടിവിറ്റീസ്. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ കമ്പനി ഒരുപാട് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ നിയമത്തിൽ. ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് ലോ. കമ്പനിയുടെ നിയമങ്ങൾ ഒന്നുകൂടെ ഇംപ്രൂവ് ആക്കിയിട്ടുണ്ട്. ടു പ്രൊമോട്ട് ട്രാൻസ്പെറൻസി ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിന്റെ ട്രാൻസ്പെറൻസി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നിയമത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യമാണ് ടു ഇൻട്രൊഡ്യൂസ് 1 person കമ്പനി. ഒറ്റയ്ക്കൊരാൾക്ക് കമ്പനി തുടങ്ങാമെന്നുള്ള കാര്യം കൊണ്ടുവന്നു. ടു ഇൻട്രൊഡ്യൂസ് സ്മോൾ കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ടു ഇൻട്രൊഡ്യൂസ് ഡോർമെന്റ് കമ്പനി, അതായത് ഒട്ടും ആക്റ്റീവ് അല്ലാത്ത കമ്പനിയെ ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്ന രീതിയിൽ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ടു ക്രിയേറ്റ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി, അതുപോലെ തന്നെ ടു ക്രിയേറ്റ് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ, ടു ക്രിയേറ്റ് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഇത്രയും കാര്യങ്ങളാണ് 2013 കമ്പനീസ് ആക്ടിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. മനസ്സിലായല്ലോ? 2013 കമ്പനി പുതിയൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ 1. ഇനി ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കാൻ പറ്റാത്തവർക്ക് എളുപ്പമുള്ള ഒരു 6 പോയിന്റ് ഞാൻ പറഞ്ഞു തരാം. അതെങ്കിലും ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. എഴുതൊന്നും വേണ്ട, കേട്ടാൽ മതി, നാളെയാണ് എക്സാം. 1, ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. രണ്ടാമത്തത് ടു പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ്. അത് രണ്ടും ഉണ്ടാവണം. ഒന്നാമത്തത് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, രണ്ടാമത്തത് ടു പ്രൊഹിബിറ്റ് ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്യുക. മൂന്നാമത്തതാണ് ടു പ്രൊവൈഡ് മെർജർ, അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവർ. അതും കൂടെ പഠിച്ചു വെച്ചോ. മെർജറും അമാൽഗമേഷനും ടേക്ക് ഓവറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാലാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാം ടു ഇൻട്രൊഡ്യൂസ് 1 person കമ്പനി. ഒരാൾക്ക് ഒറ്റയ്ക്ക് കമ്പനി തുടങ്ങാമെന്നുള്ള ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ടു ഇൻട്രൊഡ്യൂസ് സ്മോൾ കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ടു ഇൻട്രൊഡ്യൂസ് ഡോർമെന്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ടു പ്രൊമോട്ട് CSR ആക്ടിവിറ്റീസ്, അതുപോലെ ടു ഇംപ്രൂവ് കോർപ്പറേറ്റ് ലോ. ഈ 7 പോയിന്റ് പഠിച്ചാൽ സെറ്റാണ്. അപ്പൊ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013. അടുത്തതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനി നിയമങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, അത് തന്നെ ഫീച്ചറായിട്ട് എഴുതിയാൽ മതി. അപ്പൊ 2 കാര്യം നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്. അതായത് ഒബ്ജക്റ്റീവും ഫീച്ചറും ഏകദേശം സെയിം ആണ്, രണ്ടും സെപ്പറേറ്റ് പഠിക്കേണ്ട. ഓൾറെഡി നമ്മൾ ഒബ്ജക്റ്റീവ് പഠിച്ചു. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 1 person കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്മോൾ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡോർമെന്റ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തു, CSR ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു ഇൻസൈഡർ ട്രേഡിംഗ്, അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇതൊക്കെയല്ലേ? അതുപോലെ തന്നെയാണ് സാലിയൻ ഫീച്ചേഴ്സും. 1, 1 person കമ്പനി, CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ കൊണ്ടുവന്നു, ക്ലാസ് ആക്ഷൻ സ്യൂട്ട് കൊണ്ടുവന്നു, ക്രോസ് ബോർഡർ മെർജർ, പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്, സ്ട്രിക്റ്റ് റൂൾ ഫോർ ഓഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെയാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. അതിലൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് മാക്സിമം നമ്പർ ഓഫ് മെമ്പർ ഈസ് 200 ഇൻ പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം മെമ്പർ 200 പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കമ്പനീസ് ആക്ട് 2013 ഫീച്ചറും ഒബ്ജക്റ്റീവും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഇനിയും അത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഫൈനലി ഇൻ കൺക്ലൂഷൻ ഞാൻ പറയുന്ന ഈ പോയിന്റ്സ് എങ്കിലും ഓർത്തു വെക്കുക.
2013 കമ്പനിയുടെ പുതിയ നിയമം വന്നപ്പോൾ അതിന് ചില ലക്ഷ്യങ്ങളും സവിശേഷതകളും ഉണ്ടായിരുന്നു. 5 എണ്ണമെങ്കിലും ആ മൈൻഡിൽ കയറ്റി വെച്ചോ. ഒന്ന് 1% കമ്പനി, മറ്റൊന്ന് സ്മോൾ കമ്പനി കൊണ്ടുവന്നു, മറ്റൊന്ന് CSR കൊണ്ടുവന്നു, മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ പ്രൈവറ്റ് കമ്പനി 200, മറ്റൊന്ന് ഡോർമെന്റ് കമ്പനി കൊണ്ടുവന്നു, മെർജർ അമാൽഗമേഷൻ ടേക്ക് ഓവർ എന്നീ കോൺസെപ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഓഡിറ്ററെ സ്ട്രിക്റ്റ് ആക്കി, ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്തു. അതുപോലെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്തു. അടുത്തതാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒന്നാണ് ടൈപ്സ്, കൈൻഡ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ്. കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക, പക്കാണ്. ഇതിൽ നിന്ന് ഒരുപാട് 2 മാർക്കും ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു കമ്പനീസിന്റെ പേരോ കാര്യങ്ങളോ ഒക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ ഈ ടേബിൾ നാളെ എക്സാമിന് പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കമ്പനീസ് ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇനി നിങ്ങൾക്ക് ഈ ഹെഡിങ്ങും മറ്റേ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഒരു 10 കമ്പനീൻ്റെ ടൈപ്പ് എങ്കിലും പഠിച്ചിട്ട് പോവാട്ടോ. ഇങ്ങനെ കള്ളി വരച്ചൊന്നും എഴുതാൻ അറിയില്ല, എന്തെങ്കിലുമൊക്കെ എഴുതിയ മാർക്കാണല്ലോ, ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കള്ളി വരച്ച് അല്ലെങ്കിൽ ഈ ഒരു കോളമൊക്കെ വരച്ച് ചാർട്ടൊക്കെ വരച്ച് എഴുതുന്നവർ O ഗ്രേഡും A+ ഒക്കെ കിട്ടും. അല്ലാത്ത ജസ്റ്റ് പാസ്സാവട്ടെ. നമ്മളെ വീഡിയോസ് ഇന്നൊക്കെ കാണുക, അവസാന നിമിഷം പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ട് വരുന്നവരായിരിക്കും. ഇന്നായിരിക്കും ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് എന്ന് തന്നെ അറിയാം. കോർപ്പറേറ്റ് റെഗുലേഷൻ ആണെന്ന് പോലും അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. കാരണം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ കാര്യം എനിക്കറിയാം, അതുകൊണ്ട് പറയാണ്. അപ്പോൾ ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി അത് essay ചോദിക്കുമെന്നുള്ള രീതിയിൽ ഒരു 10 ടൈപ്പ് എങ്കിലും പഠിക്കുക. അപ്പോൾ ഒന്ന് ചാർട്ടേഡ് കമ്പനി. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നില്ല, അത് ഞാൻ 2 മാർക്കിൽ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 10 കമ്പനിയുടെ പേരെങ്കിലും എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ചാർട്ടേഡ് കമ്പനിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുണ്ട്, രജിസ്റ്റേർഡ് കമ്പനിയുണ്ട്. അപ്പോൾ 3 എണ്ണം ഓർത്ത് വെക്ക്. ചാർട്ടേഡ് കമ്പനിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുണ്ട്, രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്. ചാർട്ടേഡ്, സ്റ്റാറ്റ്യൂട്ടറി, രജിസ്റ്റേർഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി 3 എണ്ണം ഞാൻ പറഞ്ഞു തരാം. പ്രൈവറ്റ് കമ്പനിയുണ്ട്, പബ്ലിക് കമ്പനിയുണ്ട്, 1% കമ്പനിയുണ്ട്. 6 എണ്ണമായി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ആയിട്ട് തുടങ്ങുന്ന കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനി. 1% കമ്പനി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു വ്യക്തി തുടങ്ങുന്ന കമ്പനിയാണ്. അപ്പോൾ 6 എണ്ണം പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? ചാർട്ടേഡ് കമ്പനി, രജിസ്റ്റേർഡ് കമ്പനി, അതുപോലെ തന്നെ 1% കമ്പനി, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. പിന്നെ ഗവൺമെന്റ് കമ്പനിയുമുണ്ട്, നോൺ ഗവൺമെന്റ് കമ്പനിയുമുണ്ട്. ഗവൺമെന്റ് കമ്പനിയും നോൺ ഗവൺമെന്റ് കമ്പനിയും. ഹോൾഡിംഗ് കമ്പനിയുമുണ്ട്, സബ്സിഡറി കമ്പനിയുമുണ്ട്. നാഷണൽ കമ്പനിയുമുണ്ട്, ഫോറിൻ കമ്പനിയുമുണ്ട്. സ്മോൾ കമ്പനിയുണ്ട്, ഡിഫൻഡ് കമ്പനിയുണ്ട്, ഡോർമെന്റ് കമ്പനിയുമുണ്ട്. അപ്പോൾ ഒരുപാട് കമ്പനിയുടെ പേര് പഠിച്ചു. ഞാനൊരു 10 എണ്ണം നിങ്ങളുടെ മൈൻഡിലേക്ക് അങ്ങോട്ട് തരാം. ആ 10 കമ്പനിയുടെ പേരങ്ങ് പഠിച്ചു വെച്ചോ. അറ്റ്ലീസ്റ്റ് ഒന്നും അറിയാത്തവനാണെങ്കിൽ ഈ 10 പേരെങ്കിലും അവിടെ എഴുതി വെച്ചാൽ 2 മാർക്ക് കിട്ടി. എവിടെയെങ്കിലും അല്ലറ ചില്ലറ എഴുതി ഒരു 13 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 2 കൂടി ആഡ് ചെയ്ത് 15ഉം ഇന്റേണൽ 20 ഉണ്ടെങ്കിൽ 35 കിട്ടി, പാസ്സാവാമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 10 കമ്പനിയുടെ പേര് പഠിച്ചു വെക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം, നിങ്ങൾ അത് സെറ്റ് ആക്കിക്കോ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് മൊഡ്യൂൾ വൈസ് ക്ലാസ് അവൈലബിൾ ആണ്, അതെല്ലാവരും കാണുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. ഇതൊരു റാപ്പിഡ് എക്സാം ഓറിയന്റഡ് റിവിഷൻ ആണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഒരു കമ്പനിയുടെ പേരെന്താണ്? ചാർട്ടേഡ് കമ്പനി. രണ്ടാമത്തേതായിട്ട് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. മൂന്നാമത്തത് രജിസ്റ്റേർഡ് കമ്പനി. ചാർട്ടേഡ്, സ്റ്റാറ്റ്യൂട്ടറി, രജിസ്റ്റേർഡ് 3 എണ്ണമായി. ഗവൺമെന്റും നോൺ ഗവൺമെന്റും 5 എണ്ണമായി. ഗവൺമെന്റും നോൺ ഗവൺമെന്റും. പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും. 7 എണ്ണമായി. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനിയുണ്ട്, സബ്സിഡറി കമ്പനിയുണ്ട്. 9 എണ്ണമായി. സ്മോൾ കമ്പനി 10 എണ്ണമായി. അപ്പോൾ 1% കമ്പനി ഉണ്ടല്ലോ, 11ആയി. അങ്ങനെ 11ഓ 10ഓ എഴുതി വെക്കുക. ഓക്കെ. അടുത്തതാണ് പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി? പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? പ്രൈവറ്റ് കമ്പനിയിൽ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആർ 2. പ്രൈവറ്റ് കമ്പനിയിൽ 2 ആയിരിക്കും മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ്. എന്നാൽ പബ്ലിക് കമ്പനിയിൽ മാക്സിമം അല്ല, മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ 2 ആണ്, പബ്ലിക് കമ്പനിയിൽ 7 ആണ്. അപ്പോൾ അതോർത്ത് വെക്കുക. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2 ആണ്, പബ്ലിക്കിൽ 7 ആണ്. മാക്സിമം പ്രൈവറ്റിൽ 200 പാടുള്ളൂ, പബ്ലിക് കമ്പനിയിൽ അങ്ങനെ ഒരു നിയമമില്ല, എത്ര വേണമെങ്കിലും ആവാം. മനസ്സിലായല്ലോ? പ്രൈവറ്റ് കമ്പനിയിൽ 2 ആണ് മിനിമം, മാക്സിമം 200. പബ്ലിക്കിൽ മിനിമം 7, മാക്സിമം ഇല്ല. പ്രൈവറ്റ് കമ്പനി നോട്ട് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
പ്രൈവറ്റ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യില്ല, പബ്ലിക് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനി നോട്ട് ഓഫർ പബ്ലിക് ഇൻവിറ്റേഷൻ. പ്രൈവറ്റ് കമ്പനി പബ്ലിക് ഇൻവിറ്റേഷൻ ഓഫർ ചെയ്തിട്ടില്ല, എന്നാൽ പബ്ലിക് കമ്പനി പബ്ലിക് ഇൻവിറ്റേഷൻ ഓഫർ ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടേഴ്സ് വേണം, പബ്ലിക് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടറെങ്കിലും വേണം. പ്രൈവറ്റ് കമ്പനി ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ല ഷെയർ, പബ്ലിക് കമ്പനി ഫ്രീ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഉണ്ട്. അപ്പോൾ ഒരു 5 എണ്ണം നമ്മൾ പഠിച്ചല്ലോ, ആ 5 എണ്ണം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ആണ്, പബ്ലിക് കമ്പനിയിൽ മിനിമം 7 ആണ്. പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 200 ആണ്, പബ്ലിക് കമ്പനിയിൽ മിനിമം ഇല്ല. പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് ഇൻവിറ്റേഷൻ ഇല്ല, പബ്ലിക് കമ്പനിക്ക് പബ്ലിക് ഇൻവിറ്റേഷൻ ഉണ്ട്. പ്രൈവറ്റ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, പബ്ലിക് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനിയിൽ 2 ഡയറക്ടറാണ്, പബ്ലിക് കമ്പനിയിൽ അറ്റ്ലീസ്റ്റ് 3 ഡയറക്ടർ എങ്കിലും വേണം. പ്രൈവറ്റ് കമ്പനി ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, പബ്ലിക് കമ്പനിയിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. പഠിച്ചല്ലോ. അടുത്ത ടോപ്പിക്കാണ് കോസസ് ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ലിസ്റ്റിംഗ് ഓർ പേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വീൽ എന്ന് പറഞ്ഞാൽ it refers to a circumstances in which court set aside limited liability and hold company investors or directors personally liable for the organization activities or debts. ശരിക്കും പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റെഫർ ചെയ്തോളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർക്കംസ്റ്റൻസസ്, അതൊരു സാഹചര്യമാണ്, അതൊരു സിറ്റുവേഷൻ ആണ്. ഇൻ വിച്ച് കോർട്ട് സെറ്റ് അസൈഡ് ലിമിറ്റഡ് ലാബിലിറ്റി ആൻഡ് ഹോൾഡ് കമ്പനീസ് ഇൻവെസ്റ്റേഴ്സ് ഓർ ഡയറക്ടേഴ്സ് പേഴ്സണലി ഡയബിൾ ഫോർ. അതായത് കമ്പനിയിലെ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ ഡയറക്ടേഴ്സിൻ്റെയോ എല്ലാം തന്നെ പേഴ്സണലി അവരുടെ ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലി ലേബിൾ ആകുമെന്ന് പറയുന്നതാണിത്. അതിൻ്റെ കോസസ് ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ, നിയമപ്രകാരമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനും ഉണ്ട്. ഒന്ന് റവന്യൂ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്, ഒന്ന് ഫ്രോഡ് പ്രിവെൻറ്റ് ചെയ്യാനാണ്, അതുപോലെ തന്നെ കമ്പനിയുടെ എനിമി ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്യാൻ, കമ്പനിക്ക് ഷെയിം ഉണ്ടാകുന്ന സമയത്ത് കമ്പനി ലീഗൽ ഒബ്ലിഗേഷൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ വെൽഫെയർ രജിസ്ട്രേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിൻ്റെ ജുഡീഷ്യൽ ഇൻ്റർപ്രിട്ടേഷൻ. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനിൽ പറയുന്നത് മെമ്പേഴ്സ് സ്റ്റാറ്റ്യൂട്ടറി മിനിമത്തിൽ താഴെയാകുമ്പോഴും ഓണർഷിപ്പ് ഓഫ് കമ്പനീനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴൊക്കെയാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറാത്തത് കൊണ്ട് ഞാൻ അധികം വായിക്കുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ്, ഇതൊരു എസ്എ ടോപ്പിക്കാണ്, പക്ഷെ 4 പോയിന്റേ ഉള്ളൂ. എസ്എ ടോപ്പിക് ഇതാണ്: പ്രൊസീജിയർ, പ്രോസസ്, സ്റ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അതായത് ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ, ഒരു കമ്പനി തുടങ്ങാനുള്ള സ്റ്റെപ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എസ്എ ആയിരിക്കും ചോദിക്കുക. ഒന്നും വേണ്ട, ഈ 4 പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40 പേജ് എഴുതാം. കാരണം ഒരു കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോർപ്പറേറ്റ് റെഗുലേഷനിൽ പഠിക്കുന്ന 5 ചാപ്റ്റർ എഴുതി വെച്ചാലും തെറ്റില്ല. അപ്പോൾ ഈ 4 പോയിന്റ് എന്തൊക്കെയാണ്? ഇങ്ങനെയായിരിക്കും ചോദിക്കുക: ഒരു കമ്പനി ഫോർമേഷന്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ രജിസ്ട്രേഷന്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷന്റെ പ്രൊസീജിയർ, പ്രോസസ്, സ്റ്റേജസ് അല്ലെങ്കിൽ സ്റ്റെപ്സ്. ആദ്യം തന്നെ കമ്പനി പ്രൊമോഷനാണ്. രണ്ടാമത്തത് രജിസ്ട്രേഷൻ ഓഫ് കമ്പനിയാണ്, കമ്പനി രജിസ്റ്റർ ചെയ്യണം. കമ്പനി രജിസ്ട്രേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ചും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ ഉൾപ്പെടുത്താം. മൂന്നാമത്തത് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്, അതിൽ നിങ്ങൾക്ക് ഷെയറിനെ കുറിച്ചുള്ള ചാപ്റ്റർ എഴുതി വെക്കാം. അഞ്ചാമത്തത് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ്, അതിൽ നിങ്ങൾക്ക് ഡയറക്ടറിനെ കുറിച്ചും ബോർഡ് ഓഫ് ഡയറക്ടറിനെ കുറിച്ചും കമ്പനി മീറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ എഴുതാം. അപ്പം ഇതാണ് ഒരു കമ്പനിയുടെ സ്റ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്: പ്രൊമോഷൻ, രജിസ്ട്രേഷൻ, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്: കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ക്ലോസ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒന്നും അറിയാത്തവനാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്, കമ്പനി രജിസ്റ്റർ ചെയ്യാനെന്നെങ്കിലും മനസ്സിലാക്കി വെക്കുക. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ്, അതെങ്കിലും പഠിച്ചല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ഫോർ കമ്പനി രജിസ്ട്രേഷൻ എന്തെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ക്ലോസ് എസ് എ ആണ്. 6 ക്ലോസ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉള്ളത്: നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലാബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്,
അസോസിയേഷൻ ക്ലോസ്. എന്തൊക്കെയാണ്? നെയിം, സിറ്റുവേഷൻ, ഒബ്ജക്റ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ആൻഡ് അസോസിയേഷൻ. ആദ്യത്തേതാണ് നെയിം ക്ലോസ്. നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം. ഇറ്റ് സ്റ്റേറ്റ് നെയിം ഓഫ് പ്രപ്പോസ്ഡ് കമ്പനി. നമ്മൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ പേരാണ് എന്ത് നെയിം ക്ലോസിൽ പ്രതിപാദിക്കേണ്ടത്. ഇപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതൊറ്റ വാക്കിൽ ഓർത്തു വെക്കുക, അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഫോർ കമ്പനി രജിസ്ട്രേഷൻ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ലീഗൽ ഡോക്യുമെന്റിനെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ 6 ക്ലോസ് ഉണ്ട്. ആ 6 ക്ലോസ് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാണ്ടിരിക്കും. എന്നാൽ ഈ 6 ക്ലോസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നെയിം ക്ലോസ്, സിറ്റുവേഷൻ ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ ക്ലോസ്. അതിൽ ആദ്യത്തേതാണ് നെയിം ക്ലോസ്. നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലോസ് ആണ്. അതിൽ കമ്പനിയുടെ പ്രപ്പോസ്ഡ് കമ്പനിയുടെ നമ്മൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ നെയിമിനെ കുറിച്ചാണ് പ്രതിപാദിക്കുക. അടുത്തതാണ് സിറ്റുവേഷൻ ക്ലോസ്. സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോസ് മെൻഷൻ ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി ടു ബി സിറ്റുവേറ്റഡ്. എവിടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ഓഫീസ് ഉണ്ടായിരിക്കുന്നത്? അതിനെ ഡൊമിസൈൽ ക്ലോസ് എന്നും കൂടെ പറയും. എവിടെയാണ് നമ്മുടെ തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് പ്രതിപാദിക്കുന്ന ക്ലോസ് ആണ് സിറ്റുവേഷൻ ക്ലോസ്. അടുത്തതാണ് ഒബ്ജക്റ്റ് ക്ലോസ്. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലോസ് വിച്ച് സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. ഈ ക്ലോസിലാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് പ്രതിപാദിക്കുക. അപ്പോൾ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് പ്രതിപാദിക്കുന്ന ക്ലോസിനെയാണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറഞ്ഞാൽ ദിസ് ക്ലോസ് സ്റ്റേറ്റ് ദ നാച്ചർ ഓഫ് ലയബിലിറ്റി ദാറ്റ് മെമ്പേഴ്സ് ഇൻക്വയർ. ഈ കമ്പനിയിൽ വരാൻ പോകുന്ന മെമ്പേഴ്സിന്റെ ലയബിലിറ്റി പ്രതിപാദിക്കുന്ന ക്ലോസ് ആണ് ലയബിലിറ്റി ക്ലോസ്. അടുത്തതാണ് ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് എത്ര ഷെയർ ക്യാപിറ്റൽ, അതെങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ, രജിസ്ട്രേഷൻ, ആ കാര്യങ്ങളാണ് ക്യാപിറ്റൽ ക്ലോസിൽ. ആറാമത്തതാണ് അസോസിയേറ്റ് ക്ലോസ്. ഈ ക്ലോസ് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അതായത് ഷെയർ എടുക്കുന്ന ആളുകളുടെയും സബ്സ്ക്രൈബേഴ്സിന്റെയും എല്ലാം തന്നെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇതിൽ വേണ്ടി വരിക. അപ്പൊ നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും അതിന്റെ കണ്ടന്റും ഒരു 2 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ട്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പനി രജിസ്റ്റർ ചെയ്യാൻ. അതിൽ 6 ക്ലോസ് ആണുള്ളത്. നെയിം ക്ലോസ്, പ്രപ്പോസ്ഡ് കമ്പനിയുടെ പേര്. ഡൊമിസൈൽ ക്ലോസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ് എന്ന് വെച്ചാൽ കമ്പനി എവിടെ രജിസ്റ്റർ ചെയ്യുന്നു. മൂന്നാമത്തത് ഒബ്ജക്റ്റീവ് ക്ലോസ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. നാലാമത്തത് അസോസിയേഷൻ ക്ലോസ്, അതുപോലെ തന്നെ ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്. ഇത്രയും കാര്യങ്ങളാണ്. ഇനി കണ്ടന്റ് ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് അടുത്തത്. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പഠിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കമ്പനിയുടെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൽ പറയുക. ആ ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഫ്രെയിം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. അതിനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കണ്ടന്റുകളാണ് എക്സിക്യൂഷൻ ഓഫ് പ്രിലിമിനറി കോൺട്രാക്ട്, ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് വേണം, അണ്ടർ റൈറ്റിംഗ് കമ്മീഷനെ കുറിച്ച് വേണം, ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ഫോർഫീച്ചർ ഓഫ് ഷെയർ, ബൈബാക്ക് ഓഫ് ഷെയർ, ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ, ജനറൽ മീറ്റിംഗ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, കോൾസ് ഓൺ ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർ, വോട്ടിംഗ് റൈറ്റ് ഓഫ് ഷെയർ, അഡ്ജോൺമെന്റ് ഓഫ് മീറ്റിംഗ്, സീൽ ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഓഡിറ്റിങ്ങിനെ കുറിച്ച്, പ്രോക്സിയെ കുറിച്ച്, ഡിവിഡൻഡിനെ കുറിച്ച്, റിസർവിനെ കുറിച്ച്, പ്രൊസീജിയർ ഓഫ് ബോർഡിനെ കുറിച്ച്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച്, വൈൻഡിങ് അപ്പിനെ കുറിച്ചെല്ലാം അതിൽ പ്രതിപാദിക്കണം. ഇനി മെമ്മോറാണ്ടവും ആർട്ടിക്കിളും നമ്മൾ പഠിച്ചു. ഇത് തമ്മിലുള്ള ഡിഫറൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് മെമ്മോറാണ്ടവും ആർട്ടിക്കിളും തമ്മിലുള്ള ഡിഫറൻസ്? മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ മെയിൻ ഡോക്യുമെന്റ് ആണ്. നമ്മൾ ആദ്യം മെമ്മോറാണ്ടം അല്ലേ പഠിച്ചത്? മെമ്മോറാണ്ടം ഒരു മെയിൻ ഡോക്യുമെന്റ് ആണ്. ആർട്ടിക്കിൾസ് ഒരു സബ്സിഡറി ഡോക്യുമെന്റ് ആണ്. മെമ്മോറാണ്ടം മെയിൻ ഡോക്യുമെന്റ് ആണ്, ആർട്ടിക്കിൾ സബ്സിഡറി ഡോക്യുമെന്റ് ആണ്. മെമ്മോറാണ്ടം ഒരു കമ്പനിയുടെ ചാർട്ടർ ആണ്. ആർട്ടിക്കിൾസ് ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. ഇപ്പൊ 2 എണ്ണം പഠിച്ചു. മെമ്മോറാണ്ടം ഒരു കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്, എന്നാൽ ആർട്ടിക്കിൾ ഒരു കമ്പനിയുടെ സബ്സിഡറി ഡോക്യുമെന്റ് ആണ്. മെമ്മോറാണ്ടത്തിൽ ഒരു കമ്പനിയുടെ ചാർട്ടർ എന്നാണ് പറയുക, എന്നാൽ ആർട്ടിക്കിളിനെ ഒരു കമ്പനിയുടെ റൂൾസ് എന്നാണ് പറയുന്നത്. അടുത്തത് മെമ്മോറാണ്ടം ഗവേൺ ചെയ്യുന്നത് കമ്പനി ആക്ട് ആണ്, എന്നാൽ ആർട്ടിക്കിളിനെ ഗവേൺ ചെയ്യുന്നത് കമ്പനി ആക്ടും മെമ്മോറാണ്ടവും കൂടെ ഉണ്ടായിരിക്കും.
അടുത്തത് മെമ്മോറാണ്ടം കനോട്ട് ബി ആൾട്ടേർഡ് വെരി ഈസിലി. മെമ്മോറാണ്ടം നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ പറ്റില്ല. ബട്ട് ആർട്ടിക്കിൾ ക്യാൻ ബി ആൾട്ടേർഡ് വെരി ഈസിലി. ആർട്ടിക്കിളിനെ നമുക്ക് പെട്ടെന്ന് ഓൾട്ടർ ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. മെമ്മോറാണ്ടം കണ്ടെയ്ൻസ് ലെസർ ക്ലോസ്. മെമ്മോറാണ്ടത്തിൽ കുറച്ച് ക്ലോസുകളേ ഉള്ളൂ, നമുക്കറിയാം 6 ക്ലോസേ ഉള്ളൂ. എന്നാൽ ആർട്ടിക്കിൾ കണ്ടെയ്ൻസ് മോർ ക്ലോസ്. ആർട്ടിക്കിളിൽ കുറേ ക്ലോസുകളുണ്ട്. അപ്പം നമ്മളൊരു 5 ഡിഫറൻസ് എങ്കിലും പഠിച്ചു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കണ്ടന്റ് ഓഫ് പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമൽ ഡോക്യുമെന്റ്. അതും ഒരു കമ്പനിയുടെ ഫോർമൽ ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ടു സബ്സ്ക്രൈബേഴ്സ് ഫോർ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഇൻ ദി കമ്പനി. ഒരു കമ്പനിയുടെ ഷെയറോ ഡിബഞ്ചറോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി പബ്ലിക്കിന് കൊടുക്കുന്ന ഇൻവിറ്റേഷനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടന്റ് നെയിം ഓഫ് ദ കമ്പനി. ഞാൻ ഇതിൽ കൊടുത്ത പോലെ പഠിക്കണമെന്നില്ല, ചുരുക്കി പഠിച്ചാൽ മതി. നെയിം ഓഫ് ദ കമ്പനി, അഡ്രസ് ഓഫ് ദ കമ്പനി, രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, ഓഡിറ്റർ, ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂ ഉണ്ടായിരിക്കും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ബാങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പ്രോസ്പെക്ടസിൽ ഉണ്ടാവുക. പിന്നെ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് കമ്പനി അഫെയർ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ മാനർ ദാറ്റ് ഈസ് ഫെയർ ആൻഡ് ജസ്റ്റിസ് ടു ഓൾ ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ എഴുതാണ്ട് പോകുന്ന ഒരു ടോപ്പിക്കാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എല്ലാം. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങനെയാണ് പറയുന്നത്: കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ന്യായമായും അതുപോലെ തന്നെ സത്യസന്ധമായിട്ടും ആരെ അറിയിക്കണം? ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം. ഷെയർ ഹോൾഡേഴ്സ് അങ്ങനെയായിരിക്കും ചെയ്യേണ്ടതും. അതിൻ്റെ എക്സെപ്ഷൻസ് ഉണ്ട്. നോളജ് ഓഫ് ഇറഗുലാരിറ്റി, നെഗ്ലിജൻസ് ഓൺ ദ പാർട്ട് ഓഫ് അഡ്സോർഡർ, ഫോർജറി ഉണ്ട്. നോ നോളജ് ഓഫ് ആർട്ടിക്കിൾ, ആക്ട് ഔട്ട്സൈഡ് അപ്പിയറന്റ് അതോറിറ്റി. എന്തായാലും അത് പഠിച്ചിട്ടില്ലെങ്കിലും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റിന്റെ മീനിങ് പഠിച്ചു വെക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. എ കമ്പനി അഫെയർ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ മാനർ ദാറ്റ് ഈസ് ഫെയർ ആൻഡ് ജസ്റ്റിസ് ടു ഓൾ ദി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ന്യായവും അതുപോലെ തന്നെ ഫെയറുമായിട്ടുള്ള രീതിയിൽ ചെയ്യണം. അല്ലാതെ ഒരു ഷെയർ ഹോൾഡറിനോട് ഒരു പ്രത്യേക പ്രാധാന്യം കാണിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. അടുത്തതാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. Every person who deals with the company is deemed to know the content of memorandum and article. This is known as doctrine of constructive notice. ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഡീല് ചെയ്യുന്ന എല്ലാ ആളുകളും ആ കമ്പനിയിലെ മെമ്മോറാണ്ടത്തെക്കുറിച്ചും ആർട്ടിക്കിളിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എവറി പേഴ്സൺ ഹു ഡീൽസ് വിത്ത് ദ കമ്പനി ഈസ് ഡീംഡ് ടു നോ ദ കണ്ടന്റ് ഓഫ് മെമ്മോറാണ്ടം ആൻഡ് ആർട്ടിക്കിൾ. അതായത് കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ വ്യക്തികളും ആ കമ്പനിയുടെ മെമ്മോറാണ്ടത്തെക്കുറിച്ചും ആർട്ടിക്കിളിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. അടുത്തതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ്. Any activity done contrary or in excess of the article or memorandum is termed as doctrine of ultra vires. നമ്മുടെ മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിളിലോ പ്രതിപാദിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനേക്കാൾ അതീതമായി അതനുസരിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെയാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഡോക്ട്രിൻ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ എന്തായിരുന്നു? ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഫെയർ ആയും ജസ്റ്റിസ് ആയിട്ടും ട്രീറ്റ് ചെയ്യണം. രണ്ടാമത്തത് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആണ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലും പറഞ്ഞ കാര്യം എല്ലാവരെയും അറിയിക്കണം. മൂന്നാമത്തത് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വയേഴ്സ് ആണ്. മെമ്മോറാണ്ടത്തിലും ആർട്ടിക്കിളിലുമുള്ള കാര്യങ്ങൾക്ക് അതീതമായിട്ട് എക്സസ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്താൽ അതിനെയാണ് പറയുന്നത്. അടുത്തത് ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതൊന്ന് പഠിച്ചു വെക്കുക. ഷെയറിന് നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കും, സ്റ്റോക്കിന് നോമിനൽ വാല്യൂ ഉണ്ടായിരിക്കില്ല. ഷെയർ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ആയിരിക്കും, സ്റ്റോക്കിന് അങ്ങനത്തെ നമ്പർ ഇല്ല. ഷെയർ പാർട്ട്ലിയോ അല്ലെങ്കിൽ ഫുള്ളിയോ പെയ്ഡപ്പ് ആയിരിക്കും, സ്റ്റോക്ക് എപ്പോഴും ഫുള്ളി പെയ്ഡപ്പ് ആയിരിക്കും. ഷെയർ ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യാം, സ്റ്റോക്ക് ഡയറക്റ്റ്ലി ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം, സ്റ്റോക്ക് ഫ്രാക്ഷൻ രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ. അടുത്തതും എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിന്റെ ടൈപ്സ് ഏതൊക്കെയാണ്?
അറ്റ്ലീസ്റ്റ് ഞാൻ നേരത്തെ കമ്പനിയുടെ ടൈപ്പ് പറഞ്ഞ പോലെ തന്നെ ഒന്നും അറിയാത്ത ആളുകൾ അതിന്റെ പേരെങ്കിലും ഓർത്തു വെക്കുക. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. ഇത്രയുമാണ് ക്യാപിറ്റലിന്റെ ടൈപ്പ്. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ക്യാപിറ്റലിനെയാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് എ കമ്പനി ഈസ് രജിസ്റ്റേർഡ് ഈസ് കോൾഡ് രജിസ്റ്റേർഡ്. അത് ഓർത്ത് വെക്കണം കേട്ടോ. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അതൊരു ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. കാറ്റഗറീസ് അല്ലെങ്കിൽ ക്ലാസസ്, ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണ്. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനുള്ള ക്യാപിറ്റലാണ്. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റലാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ സബ്സ്ക്രൈബിൽ ചെയ്തതിൽ നിന്നും ഡയറക്ടേഴ്സ് കോൾ ചെയ്യുന്ന ക്യാപിറ്റലാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൾ ചെയ്തതിൽ പേ ചെയ്യുന്ന ക്യാപിറ്റലാണ്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി വൈൻഡിങ് അപ്പിന്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ. അടുത്തതാണ് ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഇക്വിറ്റി ഷെയറിന് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആയിരിക്കും, പ്രിഫറൻസ് ഷെയറിന് ഹൈബ്രിഡ് സെക്യൂരിറ്റി ആണ്. ഇക്വിറ്റി ഷെയറിൽ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആയിരിക്കില്ല, പ്രിഫറൻസ് ഷെയറിൽ ഡിവിഡൻഡ് റേറ്റ് ഫിക്സഡ് ആയിരിക്കും. ഇക്വിറ്റി ഷെയറിന് നോമിനൽ വാല്യൂ കുറവായിരിക്കും, പ്രിഫറൻസ് ഷെയറിന്റെ നോമിനൽ വാല്യൂ ഹയർ ആയിരിക്കും. ഇക്വിറ്റി ഷെയർ എക്സ്പെൻസ് അത് ഇഷ്യൂ ചെയ്യാനുള്ള എക്സ്പെൻസ് ലോ ആയിരിക്കും, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള എക്സ്പെൻസ് ഹൈ ആയിരിക്കും. ഇക്വിറ്റി ഷെയർ ക്യാൻ ബി ബൈ ബാക്ക്. ഇക്വിറ്റി ഷെയർ നമുക്ക് തിരിച്ചെടുക്കാം, പ്രിഫറൻസ് ഷെയർ കനോട്ട് ബി ബൈ ബാക്ക്. പ്രിഫറൻസ് ഷെയർ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റില്ല. ഇക്വിറ്റി ഷെയർ ആണ് എടുത്തതെങ്കിൽ ഡിവിഡൻഡ് പേ ചെയ്യുക ലാസ്റ്റ് ആയിരിക്കും. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഇക്വിറ്റി ഷെയറിനേക്കാൾ മുൻപ് ഡിവിഡൻഡ് പേ ചെയ്യും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് എല്ലാ സാഹചര്യങ്ങളിലും ഇല്ല. ഇതൊന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അതിന്റെ അഡ്വാൻറ്റേജസും ഒബ്ജക്റ്റീവ്സും ഒന്ന് നോക്കുക. ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എൻറോൾമെന്റ് ഓഫ് നെയിം ഓഫ് ദ കമ്പനി ഇൻ ദ ഒഫീഷ്യൽ ലിസ്റ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മുടെ കമ്പനിയുടെ പേര് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒഫീഷ്യൽ ലിസ്റ്റിൽ എൻറോൾ ചെയ്യുന്നതിനെയാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രേഡിങ്ങിന്റെ കൺട്രോളും സൂപ്പർവിഷനും ഉണ്ട്, എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് സേവിംഗ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിനെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതുണ്ട്, ലിക്വിഡിറ്റി ഒക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്, അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ്, ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുക റോള്, പവർ, ഡ്യൂട്ടീസ്, റൈറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ഡയറക്ടർ. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയറക്ടറുടെ റോളോ, പവറോ, ഡ്യൂട്ടിയോ, റൈറ്റോ, ക്വാളിഫിക്കേഷനോ, ലാബിലിറ്റിയോ, അപ്പോയിൻമെന്റും റിമൂവലും, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ആദ്യം ഡയറക്ടർ ആരാണെന്ന് അറിയണ്ടേ? ഡയറക്ടർ മീൻസ് എ ഡയറക്ടർ അപ്പോയിന്റഡ് ടു ദ ബോർഡ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഒരു ഡയറക്ടറായിട്ട് ആരെയാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അയാളെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എ പേഴ്സൺ ഹൂ അപ്പോയിന്റഡ് ഫോർ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മാനേജ്മെന്റും കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഡയറക്ടർ എന്ന സ്ഥാനത്തേക്ക് ബോർഡ് ഓഫ് കമ്പനി അപ്പോയിന്റ് ചെയ്യുന്ന ആളെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ in a Companies Act 2013 does not lay down any particular qualification for director. 2013 കമ്പനി നിയമപ്രകാരം ഡയറക്ടർക്ക് പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. നോട്ട് ഈവൻ ക്വാളിഫിക്കേഷൻ ഓഫ് ഷെയർസ്, ഷെയറിന്റെ ക്വാളിഫിക്കേഷനും പറയുന്നില്ല. ഡയറക്ടർ മസ്റ്റ് ഹെൽഡ് ക്വാളിഫിക്കേഷൻ ഷെയർ. നോമിനൽ വാല്യൂ ഓഫ് ക്വാളിഫിക്കേഷൻ ഷെയർ ഓഫ് ഡയറക്ടർ ഈസ് ഫിക്സഡ് ബൈ ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക: 2013 കമ്പനീസ് ആക്ടിൽ പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും ഡയറക്ടറുടെ പറയുന്നില്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലായിരിക്കും അത് പ്രതിപാദിക്കുക എന്ന്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ ഉണ്ട്. ആർക്കൊക്കെ ഡയറക്ടർ ആവാൻ പറ്റില്ല എന്നുള്ളത് അതൊന്നും ഓർത്താൽ മതി. അൺസൗണ്ട് മൈൻഡ്, ബുദ്ധിയോ വിവരമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പറ്റില്ല. ഡിസ്ചാർജ് ഓഫ് ഇൻസോൾവെന്റ്, പാപ്പരായി, കോടതി പാപ്പരായി എന്ന് വിധിച്ച ഒരാൾക്ക് പറ്റില്ല. ഹി ഹാസ് ബീൻ കൺവിക്റ്റഡ് ബൈ കോർട്ട് ഓഫ് എനി ഒഫൻസ്, കോടതി ശിക്ഷിച്ച ഒരാളാണെങ്കിൽ അവർക്ക് പറ്റില്ല.
ഇറ്റ് ഹാസ് നോട്ട് പെയ്ഡ് എനി കോൾ ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഷെയർ എടുത്തിട്ട് അതിൻ്റെ പൈസ അടയ്ക്കാത്ത ആളാണെങ്കിൽ പറ്റില്ല. ഹി ഹാസ് നോട്ട് ഡിൻ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ഷെയർ ഹോൾഡർ ആണെങ്കിൽ അദ്ദേഹത്തിന് പറ്റില്ല. അതുപോലെ തന്നെ ഒരു 3 ഫിനാൻഷ്യൽ ഇയർ കൂടുമ്പോൾ അവരുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ആനുവൽ അക്കൗണ്ട്സ് ഒന്നും ഫില്ല് ചെയ്യാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തെയും എന്ത് ചെയ്യും? ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഡയറക്ടറുടെ ക്വാളിഫിക്കേഷനും അൺക്വാളിഫിക്കേഷനും അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷനും നമ്മൾ പഠിച്ചല്ലോ. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട്, അതാണ് ഞാനൊന്ന് സ്പീഡ് കൂട്ടുന്നത്. അപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കമ്മിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ദി കമ്പനി അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഡയറക്ടർ. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല, ഒരു കമ്പനിയുടെ ആർട്ടിക്കിളിലായിരിക്കും അത് പ്രതിപാദിക്കുക. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അൺസൗണ്ട് മൈൻഡ് ആവരുത്, ഇൻസോൾവെന്റ് ആവരുത്, അതുപോലെ തന്നെ കോടതി ശിക്ഷിച്ച ആളോ അല്ലെങ്കിൽ ഷെയർ എടുത്തിട്ട് അത് പൈസ അടയ്ക്കാത്ത ആളൊന്നും പറ്റില്ല. ഇനി റോൾ ഓഫ് ഡയറക്ടർ. ഡയറക്ടറുടെ റോൾ എന്തൊക്കെയാണ്? ഡയറക്ടർ ഏജന്റിന്റെ റോൾ ഉണ്ട്, ഡയറക്ടർക്ക് ട്രസ്റ്റിയുടെ റോൾ ഉണ്ട്. പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക, ബാക്കി നിങ്ങൾ കത്തി കൊടുക്കുക. ഡയറക്ടർ ഏജന്റ് ആയിട്ടുണ്ട്, ഡയറക്ടർ ട്രസ്റ്റി ആയിട്ടുണ്ട്, ഡയറക്ടർ എംപ്ലോയി ആയിട്ടുണ്ട്, മാനേജിംഗ് പാർട്ട്ണർ ആയിട്ടുണ്ട്. അടുത്തത് ഡയറക്ടറുടെ പവർ ആണ്. ടു കോൾ ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മണി അൺപെയ്ഡ് ഓൺ ഷെയർ. ഷെയർ ഹോൾഡേഴ്സ് പൈസ അടച്ചിട്ടില്ലെങ്കിൽ അവരെ വിളിപ്പിക്കാനുള്ള അധികാരമുണ്ട്. ടു ഓതറൈസ് ബൈബാക്ക് ഓഫ് ഷെയർ തിരിച്ചു വാങ്ങാൻ ബൈബാക്ക് നടത്താനുള്ള അധികാരമുണ്ട്. ടു ബോറോ മണി, പണം കളക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ടു ഗ്രാൻഡ് ലോൺ, ഷെയർ ഹോൾഡേഴ്സിന് ലോൺ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ടു ഇഷ്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ടു ഡൈവേഴ്സിഫൈ ദ ബിസിനസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ബിസിനസ് വിപുലീകരിക്കാനുള്ള അധികാരമുണ്ട്. ടു അപ്രൂവ് അമാൽഗമേഷൻ ആൻഡ് മർജർ, ഒരു കമ്പനി അമാൽഗമേറ്റ് ചെയ്യാനും മർജർ ചെയ്യാനും മറ്റൊരു കമ്പനിയുമായിട്ട് കൂടിച്ചേരാനൊക്കെയുള്ള അപ്രൂവൽ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ടു ഇൻവെസ്റ്റ് ഫണ്ട് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഫണ്ടും കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അധികാരവുമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഒരു കമ്പനിയുടെ ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയും. നിങ്ങൾ എത്ര പ്രാവശ്യം വേണമെങ്കിൽ കേട്ടാലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല. ഡയറക്ടർ ആരാണ്? കമ്പനിയുടെ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ആളെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? 2013 കമ്പനീസ് ആക്ട് പ്രകാരം പ്രത്യേക ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല, എന്നാൽ പോലും കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ നിശ്ചയിക്കുന്നത്. ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? അൺസൗണ്ട് മൈൻഡ്, ഇൻസോൾവെന്റ്, ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇല്ലെങ്കിൽ, അതുപോലെ പൈസ അടച്ചിട്ടില്ലെങ്കിൽ, കോടതി ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഡയറക്ടറുടെ റോൾ എന്തൊക്കെയാണ്? ഏജന്റ് ആയിട്ടും ട്രസ്റ്റി ആയിട്ടും മാനേജിംഗ് പാർട്ട്ണർ ആയിട്ടും ഒക്കെ ഡയറക്ടറുടെ റോൾ ഉണ്ട്. ഡയറക്ടറുടെ പവർ എന്തൊക്കെയാണ്? ഒന്ന്, കോൾ ഓൺ ഷെയർ ഹോൾഡേഴ്സ്, authorized by buyback of share, to borrow money, to grant loan, to issue security, to diversify the business of the company, to approve amalgamation and merger, to invest fund of the company. ഇനി ഡയറക്ടറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയും ജനറൽ ഡ്യൂട്ടിയും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ രാത്രി അവസാനം പഠിക്കുന്ന നിങ്ങൾക്ക് എന്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി, ജനറൽ ഡ്യൂട്ടി എന്നുള്ള ഒരു ടൈമാണിപ്പോൾ. അതുകൊണ്ട് ഒരു 5 ഡ്യൂട്ടി എങ്കിലും ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ടു വെരിഫൈ ട്രൂത്ത്നെസ് ഓഫ് പ്രോസ്പെക്ടസ്, നമ്മുടെ കമ്പനിയുടെ പ്രോസ്പെക്ടസിന്റെ ട്രൂത്ത്നെസ് വെരിഫൈ ചെയ്യുക. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഡിറ്റർമൈൻ ചെയ്യുക. കമ്പനിയുടെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുക. ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കുക. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർക്കുക. കമ്പനിയുടെ റെസൊല്യൂഷന്റെ കോപ്പി രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ്. ദെൻ റൈറ്റ്സും അത് ലാബിലിറ്റിയും ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോയിന്റ്മെന്റ് ആൻഡ് റിമൂവൽ ഓഫ് ഡയറക്ടർ. ആദ്യം നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ നോക്കാം. ഫസ്റ്റ് ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സിക്വന്റ് ഡയറക്ടറും ഉണ്ട്. ഒരു ഫസ്റ്റ് ഡയറക്ടറും ഉണ്ടാകും, അല്ലാത്ത ഡയറക്ടറും ഉണ്ടാകും. ഫസ്റ്റ് ഡയറക്ടറെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനിയും അതുപോലെ തന്നെ ബൈ ദ സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആയിരിക്കും. അപ്പോയിന്റ്മെന്റ് ഓഫ് സബ്സിക്വന്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ ദി കമ്പനി ജനറൽ മീറ്റിംഗിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, തേർഡ് പാർട്ടി, ട്രൈബ്യൂണൽ, അതൊക്കെയാണ്. റിമൂവൽ ഓഫ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ റിമൂവൽ ബൈ ദി ഷെയർ, റിമൂവൽ ബൈ ദ ട്രൈബ്യൂണൽ, റിമൂവൽ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ഡീറ്റെയിൽഡ് നോട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ആൻഡ് പ്രിൻസിപ്പൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രിൻസിപ്പൾസ് ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ ആദ്യം നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് വേണം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ബൈ വിച്ച് എ കമ്പനി ഈസ് ഗവേൺഡ്. ഒരു കമ്പനിയുടെ ഭരണഘടന എങ്ങനെയായിരിക്കണം, ഒരു കമ്പനി എങ്ങനെ ഭരിക്കണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കൂട്ടം പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ ഒരു കൂട്ടം റൂൾസും അടങ്ങിയതാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. പരീക്ഷയ്ക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കും. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് കമ്പനി ഗവേൺഡ്. ഒരു കമ്പനി ഗവേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കമ്പനി മാനേജ് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾസ് ആണ് കോർപ്പറേറ്റ് ഗവേണൻസ്. അതിൻ്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സ്ട്രക്ചർ, ഗ്രോയിങ് നമ്പർ ഓഫ് സ്കാംസ്, സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഗ്ലോബലൈസേഷൻ, സെബി റൂൾസ് മെയ്ഡ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്പൽസറി, ടേക്ക് ഓവർ ആൻഡ് മെർജർ. പ്രിൻസിപ്പിൾസ് ഫെയർനെസ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ട്രാൻസ്പെറൻസി ഉണ്ട്, അക്കൗണ്ടബിലിറ്റി. അടുത്തതാണ് നീഡ്, ഇമ്പോർട്ടൻസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് CSR. CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSR is the contribution of a company to the community's development by implementation of social and environmental projects and developmental programs of a company. ഒരു കമ്പനി എന്ത് ചെയ്യണം? സമൂഹത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. അവരുടെ സാമൂഹിക ഉത്തരവാദിത്തം കൂടെ ഒരു കമ്പനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് സോഷ്യൽ ആൻഡ് എൻവിയോൺമെന്റൽ പ്രോജക്ട്സുകൾ കമ്പനി കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെന്റ് ലോയാലിറ്റി ആൻഡ് റിറ്റൻഷൻ ഉണ്ട്, ഗൈനിങ് ലെജിറ്റിമസി ആൻഡ് ആക്സസ് ടു ദ മാർക്കറ്റ് ഉണ്ട്, ലെസ് ലിറ്റിഗേഷൻ ഉണ്ട്, ഇൻക്രീസ്ഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഉണ്ട്, ലെസ് വയലേറ്റ് സ്റ്റോക്ക് വാല്യൂ, അവോയ്ഡിങ് സ്റ്റേറ്റ് റെഗുലേഷൻ, ഇൻക്രീസ്ഡ് കസ്റ്റമർ ലോയാലിറ്റി. ഇത് പഠിക്കണം കേട്ടോ. ഇതൊന്നും എനിക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള ടൈം ഇല്ല. CSRഉം അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. CSRന്റെ ബെനിഫിറ്റ്സ് ഒന്ന് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ട്, ബാലൻസ്ഡ് എക്കോസിസ്റ്റം ആയിരിക്കും, വേസ്റ്റ് മാനേജ്മെന്റ്, ഗ്രീൻ എൻവിയോൺമെന്റ് ഉണ്ടായിരിക്കും, കമ്പനിയുടെ ഗുഡ് വില്ല് വർദ്ധിക്കും, കമ്പനിക്ക് ഗുഡ് ഇമേജും കോമ്പറ്റീറ്റീവ് ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാകും. അതൊക്കെയാണ്. അടുത്ത ടോപ്പിക്കാണ് സെബിയുടെ ഒബ്ജക്റ്റീവ്സ്, ഫംഗ്ഷൻ, പവർ. സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് സെബി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 12th April 1988. 1988 ഏപ്രിൽ 12 സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഈസ് ദി റെഗുലേറ്ററി ബോഡി ഫോർ സെക്യൂരിറ്റി മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സെക്യൂരിറ്റി മാർക്കറ്റ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പരമാധികാരമുള്ള ഓർഗനൈസേഷനാണ് സെബി. സെബിയുടെ ഒബ്ജക്റ്റീവും ഫംഗ്ഷനും പവറും ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ essay ഒക്കെ വാട്ട് ആർ ദ പവർ ആൻഡ് ഫംഗ്ഷൻ എന്നായിരിക്കും ചോദിക്കുക. ഈ പോയിന്റ്സ് മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. കോമൺ പോയിന്റ്സ് ആണ്. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. പവേഴ്സ്, ഫംഗ്ഷൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി. ഒന്ന്, ടു പ്രൊട്ടക്ട് ദ, ടു എല്ലാത്തിനും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. to protect the interest of investors. ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. ടു റെഗുലേറ്റ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ടു റെഗുലേറ്റ് ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ്, ടു റെഗുലേറ്റ് ഡെപ്പോസിറ്ററീസ് ആൻഡ് കസ്റ്റോഡിയൻസ്. അപ്പോൾ റെഗുലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 3 പോയിന്റ്സ് അങ്ങനെ പഠിക്കുക. ടു റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ടു റെഗുലേറ്റ് ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ്, ടു റെഗുലേറ്റ് ഡെപ്പോസിറ്ററീസ് ആൻഡ് കസ്റ്റോഡിയൻസ്, അതുപോലെ തന്നെ റെഗുലേറ്റ് ടേക്ക് ഓവർ ആൻഡ് മെർജർ, അതുപോലെ റെഗുലേറ്റ് മ്യൂച്വൽ ഫണ്ട്. അത് പഠിച്ചു വെക്കുക. പിന്നെ വരുന്ന പോയിന്റ് എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. എൻഷുർ ഫെയർ ട്രേഡിംഗ് പ്രാക്ടീസസ്, ന്യായമായ വ്യാപാര ട്രേഡിംഗ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ മോണിറ്റർ മാർക്കറ്റ് മാനിപ്പുലേഷൻ മോണിറ്റർ ചെയ്യുക. അതായത് മാർക്കറ്റിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം മോണിറ്റർ ചെയ്യുക. അതുപോലെ കണ്ടക്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടക്ട് ചെയ്യുക. അടുത്തത് മോണിറ്റർ പ്രൈസ് റിഗ്ഗിങ് തടയുക. ഇൻസൈഡർ ട്രേഡിംഗ് ഉണ്ടെങ്കിൽ അത് തടയുക. മാൽ പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ഡയറക്റ്റ് ചെയ്യുക. ഇതാണ് സെബിയുടെ പവർ, ഫംഗ്ഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചാൽ. സെബി എന്ന് പറഞ്ഞാൽ 1988 ഏപ്രിൽ 12 ഫോം ചെയ്തത്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണ് സെബി. അപ്പോൾ സെബിയുടെ ഫംഗ്ഷൻസ്, പവർ, ഒബ്ജക്റ്റീവ് പഠിച്ചു.
അത് എന്തൊക്കെയാണ്? പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റർ, റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെഗുലേറ്റ് ബ്രോക്കേഴ്സ്, റെഗുലേറ്റ് ഡീലേഴ്സ്, റെഗുലേറ്റ് ഡെപ്പോസിറ്ററീസ്, റെഗുലേറ്റ് കസ്റ്റോഡിയൻസ്, റെഗുലേറ്റ് ടേക്ക് ഓവർ, റെഗുലേറ്റ് മെർജർ, റെഗുലേറ്റ് മ്യൂച്വൽ ഫണ്ട്, എഡ്യൂക്കേറ്റ് ഇൻവെസ്റ്റേഴ്സ്, എൻഷുർ ഫെയർ ട്രേഡ് പ്രാക്ടീസസ്, മോണിറ്റർ മാർക്കറ്റ് മാനിപ്പുലേഷൻ. ഒരു 10 പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കുക. അടുത്തതാണ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് കമ്പനി മീറ്റിംഗ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. കമ്പനി മീറ്റിംഗിന്റെ ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ്. കമ്പനി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിങ് ടുഗദർ ഓഫ് അറ്റ്ലീസ്റ്റ് എ കോറം ഓഫ് മെമ്പേഴ്സ് ഇൻ ഓർഡർ ടു ട്രാൻസാക്ട് either ഓർഡിനറി ഓർ സ്പെഷ്യൽ ബിസിനസ് ഓഫ് ദ കമ്പനി. ചുരുക്കി പറഞ്ഞ എല്ലാ മീറ്റിംഗും പോലെ തന്നെ കമ്പനിയുടെ ഒരു കോറം തികഞ്ഞുകൊണ്ടുള്ള ഒരു മീറ്റിംഗിനെയാണ് കമ്പനി മീറ്റിംഗ് എന്ന് പറയുന്നത്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും കമ്പനി മീറ്റിംഗ്. പ്രധാനമായിട്ടും 4 ടൈപ്പ് കമ്പനി മീറ്റിംഗ് ആണുള്ളത്. അതിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ കാറ്റഗറി: മീറ്റിംഗ് ഓഫ് ഡയറക്ടർ, ഡയറക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഇപ്പൊ മീറ്റിംഗ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പഠിച്ചില്ലേ? ബാക്കി കത്തി. അതിനുള്ള ടൈമേ ഇനി നിങ്ങൾക്കുള്ളൂ. പക്ഷേ പോയിന്റിൽ എന്തുണ്ടായിരിക്കണം? കമ്പനി മീറ്റിംഗിന്റെ 4 ടൈപ്പ് എന്തൊക്കെയാണ്? മീറ്റിംഗ് ഓഫ് ഡയറക്ടർ, മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡർ, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റർ, മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡർ. എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ടൈമില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്ത വീഡിയോയിലുണ്ട്. അടുത്തതാണ് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ റിക്വസിറ്റ്സ്. ഒരു മീറ്റിംഗിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രോപ്പർ അതോറിറ്റി ടു കൺവീൻ മീറ്റിംഗ് നടത്താനുള്ള അധികാരികൾ ഉണ്ടായിരിക്കണം. നോട്ടീസ് ഓഫ് ദ മീറ്റിംഗിന്റെ നോട്ടീസ് ഇറങ്ങണം. കോറം, അത്ര ആളുകൾ വരണമെന്നുള്ളതുണ്ട്. ചെയർമാൻ ഓഫ് ദ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. മീറ്റിംഗിന് ഒരു മിനിറ്റ്സ് ഉണ്ടായിരിക്കണം. വോട്ടിംഗ് ഉണ്ടായിരിക്കണം. പ്രോക്സി ഉണ്ടായിരിക്കാം. റെസൊല്യൂഷൻ, അജണ്ട, ഇതൊക്കെയാണ് ഒരു മീറ്റിംഗിന് വേണ്ട എസെൻഷ്യൽസ്. പ്രോപ്പർ അതോറിറ്റി, നോട്ടീസ്, കോറം, ചെയർമാൻ, മിനിറ്റ്സ്, അജണ്ട, വോട്ടിംഗ്, പ്രോക്സി, റെസൊല്യൂഷൻ. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ നോക്കണം. 2 റെസൊല്യൂഷൻ ആണുള്ളത്, ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷനും. ഇപ്പൊ ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻ ഓർഡിനറിയും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യലുമാണ്. അതൊന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസും റൈറ്റ്സുമാണ്. കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരാണ്? കമ്പനി സെക്രട്ടറി ഈസ് എ പ്രിൻസിപ്പൽ ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദ സെക്രട്ടറിയൽ ആൻഡ് മാനേജ്മെന്റ് ഓഫ് കമ്പനി ആസ് പെർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ അഫെയർസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. കമ്പനിയുടെ പ്രൊമോഷൻ, ഫോർമേഷൻ, ഇൻകോർപ്പറേഷൻ, അതെല്ലാം കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ബോർഡ് കമ്മിറ്റി അറേഞ്ച് ചെയ്യുക, ജനറൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, കമ്പനി സീല് കൈവശം വെക്കുക, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി. ദെൻ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി. വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിയലൈസേഷൻ ഓഫ് അസെറ്റ്സ്, പേയ്മെന്റ്സ് ഓഫ് ലാബിലിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസെറ്റ്സും ലാബിലിറ്റീസും എല്ലാം ചെക്ക് ചെയ്ത് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം കൊടുത്ത് അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതിനെയാണ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനി എന്ന് പറയുന്നത്. ഇനി മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് 2 രീതിയിലാണുള്ളത്. വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണൽ, നിയമപ്രകാരം നിർത്തുന്നതുകൊണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പ്, ഒരു കമ്പനിയുടെ എല്ലാ ആളുകളും സ്വമേധയാ തീരുമാനിച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതുമുണ്ട്. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനിയിൽ 2 കാര്യങ്ങളാണ്. വൈൻഡിങ് അപ്പ് ബൈ ട്രൈബ്യൂണലുമുണ്ട്, അതുപോലെ തന്നെ വോളണ്ടറി വൈൻഡിങ് അപ്പും ഉണ്ട്. ഒന്ന് നിയമപ്രകാരം നിർത്തുന്നതാണ്, മറ്റൊന്ന് എന്താണ്? സ്വമേധയാ നിർത്തുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്താണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ കോൺസിക്വൻസസ് ഓഫ് വൈൻഡിങ് അപ്പ് ഉണ്ട്. ലിക്വിഡേറ്ററുടെ പവേഴ്സും ഡ്യൂട്ടീസുമാണ് പിന്നെ വരുന്നത്. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ഹീസ് ആൻ ഓഫീസർ ഹു ഈസ് സ്പെഷ്യലി അപ്പോയിന്റഡ് ടു വൈൻഡ് അപ്പ് ദ അഫെയർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററുടെ പവേഴ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണ് എന്നുള്ളതും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കുക.
ഓക്കെ, എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രം പഠിച്ചു പോവരുത്, മൊഡ്യൂൾ വൈസ് ക്ലാസ് കണ്ടിട്ടും കൂടെ പോകണം. അല്ലാതെ ഇത് മാത്രം പോയി നോക്കിയിട്ട് നാളെ വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കരഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. 5 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽഡ് അതെനിക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനേക്കാളും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എല്ലാ ടോപ്പിക്കും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിൻ്റെ PDF നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ, നിങ്ങളുടേതാണ് ജുറാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും കൂടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തരുന്നുണ്ട്, അതിലുമുണ്ട്. അപ്പോൾ എക്സാം നാളെ നല്ല ഉഷാറായിട്ട് എഴുതി എല്ലാവരും എക്സാം എളുപ്പമാണെന്ന് നാളെ വന്ന് പറയാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ മാക്സിമം 2-3 തവണ കാണുക. ബാക്കി മൊഡ്യൂൾ വൈസ് ക്ലാസ് കാണുക. എല്ലാ PDF റെഫർ ചെയ്യുക. എല്ലാം ചെയ്ത് നല്ല ഉഷാറായിട്ട് നിങ്ങൾ നാളെ പരീക്ഷ എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.